അപാതകം ഇനി ചെയ്യാനില്ല. ക്ഷേത്രത്തിന് കേടുപാടുകൾ വന്നിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് ദേവിക്ക് വയ്യ എന്ന് പറയാൻ പാടില്ല. ഇപ്പൊ നമ്മൾ പ്രേതപാട് നടത്തുന്നുണ്ട്, അതുപോലെ ശുദ്ധീകരണം നടത്തുന്നുണ്ട്. ഇതൊക്കെ ക്ഷേത്രത്തിന്റെ ഈ ദേഹത്തിന്റെ ക്ഷേത്രമാവുന്ന ഈ അതിന്റെ ബോഡിന്റെ അതിന്റെ തകരാറുകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അവിടെ നിലനിൽക്കുന്ന ചൈതന്യത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെ സംഭവിച്ചാലും അതിന് യാതൊരുവിധ തകരാറും സംഭവിക്കില്ല. അതുകൊണ്ട് ദേവിനെ സഹായിക്കാൻ വേണ്ടിയിട്ടൊരു ആളും അമ്പലത്തിൽ വരരുത്. അവനവന് ആത്മീയമായിട്ടുള്ള ചൈതന്യവും ഗുണവും ഉണ്ടാവാൻ വേണ്ടി മാത്രമേ നമ്മൾ ക്ഷേത്രത്തിൽ വരാവൂ. അതിനാദ്യം വേണ്ടത് സമർപ്പണമാണ്. രമണ മഹർഷിയോട് ഒരാൾ ചോദിച്ചു, ഈ നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്, നമസ്കാരത്തിന്റെ പൊരുൾ എന്താണ്? അപ്പോ രമണ മഹർഷി അതിന് ഉത്തരം പറഞ്ഞു, തനിക്ക് എന്തെല്ലാം ഉണ്ട് ആ ഉള്ളത് എല്ലാം പാദങ്ങളിൽ, ദേവിയുടെ പാദങ്ങളിൽ, ഈശ്വര പാദങ്ങളിൽ സമർപ്പിക്കുന്നതിനെയാണ് നമസ്കാരം എന്ന് പറയാം. ശരീരത്തെ നിലത്തർപ്പിച്ച് ദൈവത്തിനെ പറ്റിക്കാൻ പറ്റില്ല. അതായത് ഇപ്പൊ നമ്മൾ ചിലർ എക്സസൈസ് എടുക്കണ പോലെയൊക്കെ പലതരം നമസ്കാരങ്ങളുണ്ട്. പഞ്ചാംഗം, ഒറ്റാംഗം, തലകുത്തിമറിയ, അങ്ങനെ പലതരം നമസ്കാരം. ഇതുകൊണ്ടൊന്നും ദൈവത്തിനെ പറ്റിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ മനസ്സിലും ശരീരത്തിലും എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. നമ്മുടെ കഴിവ്, യുക്തി, ധനം, പദവി, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്കുള്ളതായിട്ട്, രോഗങ്ങൾ ഉണ്ടാവാം, ദുഃഖങ്ങൾ ഉണ്ടാവാം, വിഷമങ്ങൾ ഉണ്ടാവാം, നല്ലതും ചീത്തയായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നമുക്കുണ്ട് എന്ന് നമുക്ക് തോന്നുന്നതെല്ലാം തന്നെ ദേവിയുടെ പാദങ്ങളിൽ, ഈശ്വര പാദങ്ങളിൽ സമർപ്പിക്കുന്നതിനെയാണ് നമസ്കാരം എന്ന് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ ഈ എക്സസൈസ് ഒക്കെ എടുത്തിട്ട്